കെ ലതികയ്ക്കെതിരെ കേസെടുക്കണമെന്ന യൂത്ത് കോൺഗ്രസ്. കാഫിർ പോസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് DGPക്ക് പരാതി നൽകി. മതസ്പർദ്ധ വളർത്തൽ, IT ആക്ട് 295A വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നാണ് ആവശ്യം. രാഹുൽ KV വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, അതായത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. പോലീസ് ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറിനെ ഈ പോസ്റ്റുകൾ പിൻവലിക്കാത്തതിന്റെ പേരിൽ പ്രതി ചേർത്തതിന് ശേഷവും മുൻ MLA കൂടിയായ കെ ലതികയുടെ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് നിലനിന്നു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ വലിയ ആരോപണമായി മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു കാര്യം. അതിനുശേഷം കെ ലതിക പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. ഇപ്പോൾ കേസെടുക്കണമെന്ന ആവശ്യം യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്നു. മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു, പാർലമെന്റ് സമ്മേളനം തുടങ്ങാനൊക്കെ പോവുകയാണ്. പക്ഷെ വടകരയിലെ രാഷ്ട്രീയ ചർച്ചകൾ, അത് വിവാദങ്ങൾ ഇങ്ങനെ കൊഴുക്കുക തന്നെയാണ്. വടകരയെ സംബന്ധിച്ചൊരു ബ്ലാക്ക് മാർക്ക് തന്നെയാണ് ഈ കാഫിർ പ്രചാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം വന്നത്. അതിനുള്ള രാഷ്ട്രീയ ചർച്ചകളൊക്കെ കണ്ടതാണ്. അതായത് യൂത്ത് ലീഗിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ്, സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലാണ് വിധത്തിൽ കാഫിർ പ്രചാരണം പ്രത്യക്ഷപ്പെട്ടുവെന്ന് LDF ആരോപിച്ചത്. അത് ആദ്യം പങ്കുവച്ചത് മുൻ MLAയും അതുപോലെ CPM-ന്റെ മുതിർന്ന നേതാവുമായ കെ ലതികയാണ്. യൂത്ത് ലീഗ് പ്രവർത്തകനാണ് ഇത് സൃഷ്ടിച്ചത്, പ്രചരിപ്പിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ നൽകി. UDF-നെതിരെ വലിയ പ്രചാരണ വിഷയം തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഈ കാഫിർ പ്രചാരണം. അപ്പോൾ ഹൈക്കോടതിയിൽ ഈ വിധത്തിൽ പോലീസ് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ CPM-നെതിരെ LDF-നെതിരെ UDF അതൊരു രാഷ്ട്രീയ വിഷയമാക്കി തിരിച്ചടിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത്. വടകരയിലെ രാഷ്ട്രീയ പോര് അവസാനിക്കുന്നില്ല. കെ ലതികയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ്.